ഉടുമ്പൻചോല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചക്കുവള്ളം പഞ്ചായത്ത് തമിഴ്നാടുമായും കുമളി, വണ്ടൻമേട് പഞ്ചായത്തുകളുമായും അതിർത്തി പങ്കിടുന്നു. 1975 രൂപം കൊണ്ട ചക്കുവള്ളം പഞ്ചായത്തിന് ഇടുക്കി ജില്ലയുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ അതിൻ്റേതായ ഇടമുണ്ട്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം ഏലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് ചക്കുവള്ളം. കൂടാതെ കുരുമുളക്, കാപ്പി, നെല്ല് തുടങ്ങിയ ഭക്ഷ്യ നാണ്യവിളകളുടെ പ്രധാന ഉൽപ്പാദന കേന്ദ്രം കൂടിയാണ്. ഇടുക്കി ജില്ലയുടെ രൂപീകരണ കാലത്ത് ചക്കുവള്ളം മേഖല വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലായിരുന്നു. വണ്ടൻമേട് പഞ്ചായത്തിൻ്റെ 3 വാർഡുകൾ വിഭജിച്ചാണ് ചക്കുവള്ളം പഞ്ചായത്ത് ഉണ്ടായത്. ചക്കുവള്ളം പഞ്ചായത്തിൻ്റെ ജനസംഖ്യ 10,230 അന്നത്തെ തുടക്കത്തിലെ ജനസംഖ്യ. 8 വാർഡുകളുമായിരുന്നു. ഈ അടിസ്ഥാന വരുമാനം എന്ന് പറയുന്നത് തൊഴിൽക്കരവും വീട്ടുകരവും. കരം പിരിക്കാനുള്ള തൊഴിലുള്ള ആളുകൾ താരതമ്യേന വളരെ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു 50 താഴെ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ തൊഴിൽക്കരം ഈടാക്കാവുന്നത്. പിന്നെ ഈ തോട്ട ഉടമകളിൽ നിന്ന് തൊഴിൽക്കരം ഈടാക്കിയത് എല്ലാം കൂടെ ഒരു 100-120 ആളുകളെ തൊഴിൽക്കരം അടയ്ക്കാൻ തക്ക ആളുകൾ ഈ പഞ്ചായത്ത് ഉണ്ടായിരുന്നു. എല്ലാം പുല്ല് കെട്ടിടങ്ങളെ. അന്നത്തെ പഞ്ചായത്ത് 1963 പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തുകളും 8 വാർഡുകളായിരുന്നു. ഈ 8 വാർഡുകളെ ഉണ്ടായിരുന്നു. വണ്ടൻമേട് പഞ്ചായത്ത് 8 വാർഡായിരുന്നു. 8 വാർഡിൻ്റെ 4ഉം 5ഉം 8 വാർഡുകൾ ചേർന്നാണ് ചക്കുവള്ളം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീധരൻ വൈദ്യർ ഉൾപ്പെടുന്ന പ്രദേശം ആയതുകൊണ്ട് വൈദ്യരാദ്യമത്തെ പ്രസിഡന്റായി. അപ്പം ചക്കുവള്ളം പഞ്ചായത്ത് ചോദിച്ചുകൊണ്ടാണ് ഇത് വിജയിച്ചത്. ഈ പഞ്ചായത്തിന് ഡെവലപ്പ് ഉണ്ടായത്. അല്ലെങ്കിൽ ചുമ്മാ വണ്ടൻമേട്ടിലെ ചവിട്ടുപടിയായിട്ട് കിടന്നതിന്. വണ്ടൻമേട് തോട്ടമാണ്. തോട്ടം മേഖലയുടെ രീതിയല്ല ഈ കൃഷി മേഖല. അപ്പോൾ അവിടെ ഈ കരിമ്പ് വന്നുകൊണ്ടാണ് ചക്കുവള്ളം വളർന്നത്. അടിപൊളിയാണ്. പക്ഷേ നമ്മളൊരു കാര്യം പറയണം, ഈ 8-ാം മൈലിൽ ആളില്ല. എന്താ കാരണം? കെടുകട വിറയ്ക്കും, ആരും നിൽക്കുകയില്ല. അന്നേരം അവിടെ ആരും കുടി പാർക്കല്ല. ഇവിടെ വന്നാലും നിൽക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ സ്ഥലം എടുത്തത്. തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട ദിവസക്കൂലിക്കാരും കർഷകരുമായിരുന്നു ഇവിടെ അധിവസിച്ചിരുന്നത്. ഗ്രോ മോർ ഫുഡ് പ്രോഗ്രാം അനുസരിച്ച് കൃഷി കുത്തകപ്പാട്ട വ്യവസ്ഥ കൊടുത്ത കർഷകർ അവരുടെ കാർഷിക വൃത്തി വിജയകരമായിരുന്നില്ലെന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ ഒക്കെ കൊണ്ട് കാർഷിക രംഗം പരാജയമായിരുന്നൊരു തലമുറ ഈ നാട്ടിൽ നിന്ന് പോവുക തന്നെ ചെയ്തു. അവശേഷിച്ച ആളുകൾ നിത്യവൃത്തി കഴിക്കാൻ വേണ്ടി പരിസര പ്രദേശങ്ങളിലെ ഏലത്തോട്ടങ്ങളെ അഭയം പ്രാപിച്ചിരുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള തലമുറ വിദ്യാഭ്യാസത്തിന് ഒരു 15 കിലോമീറ്റർ നടന്ന് മുരിക്കടിയെയാണ് ആശ്രയിച്ചത്. ആൻഡിയർ മെമ്മോറിയൽ ഹൈസ്കൂളിനെ ആശ്രയിച്ചത്. ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ കുമളിയിലൊരു പാർട്ട് ടൈം ഡിസ്പെൻസറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുമളിക്ക് ഇപ്പുറത്തേക്ക് പിന്നെ ഉണ്ടായിരുന്നില്ല. കട്ടപ്പനയൊക്കെ അന്ന് ഇവിടെ ആളുകൾ കൃഷിക്കാരായിട്ട് ഇവിടെ വരുന്ന കാലത്ത് കട്ടപ്പനയൊക്കെ വനഭൂമിയാണ്. കൃഷിയും ദിവസക്കൂലിയുമായി ജീവിതം പുലർത്തിയ ജനതയെ സ്വയം പര്യാപ്തമാക്കിയത് ഏലം, കുരുമുളക് കൃഷികളുടെ വ്യാപനവും കന്നുകാലി വളർത്തലും ആയിരുന്നു. ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളും ഏലം അധിഷ്ഠിത വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളുമാണ് ചക്കുവള്ളം മേഖലയുടെ പ്രധാന സാമ്പത്തിക അടിത്തറയായി തീർന്നത്. പ്രാരംഭകാലം മുതൽക്ക് വിപ്ലവകരമായ പല തീരുമാനങ്ങളും നടപ്പാക്കുന്ന പാരമ്പര്യമാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത്. ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നേടിയെടുത്ത സ്വരാജ് ട്രോഫികളും മറ്റും ഇതിനെ സാധൂകരിക്കുന്നു. അടിസ്ഥാന വ്യവസായങ്ങളൊന്നും തുടങ്ങാനുള്ള യാതൊരു റോ മെറ്റീരിയൽസ് ഒന്നുണ്ടായിരുന്ന ഒരു
സാഹചര്യം എന്നുള്ള നിലയ്ക്ക് കൃഷിക്ക് പുറമെ കാലി വളർത്തലിലൂടെ ആരംഭിച്ചു കൃഷിക്കാർ. കാലി വളർത്തൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പാലിന് മാർക്കറ്റിംഗ് ഇല്ല, കന്നുകാലി വളർത്തലിനുള്ള സാങ്കേതിക സൗകര്യങ്ങളൊന്നുമില്ല, മൃഗാശുപത്രി ഇല്ല. ഗുജറാത്തിലെ ആനന്ദ് മോഡൽ വില്ലേജ് കേരളത്തിൽ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞു വാർത്തകൾ. ഈ ചക്കുവള്ളം വില്ലേജ് ആനന്ദ് മോഡൽ അതാണ് ആപ്കോസ്, അതാണ്. അതിന് മുമ്പ് ക്ഷീര വ്യവസായ സഹകരണ സംഘങ്ങൾ ആനന്ദ് പാറ്റേൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യം ഉണ്ടായത് ചക്കുവള്ളം പഞ്ചായത്തിലെ അണക്കരയാണ്. വനിതാ മുന്നേറ്റം എന്നുള്ള നിലയ്ക്കൊരു വിമൻ ഇൻ അഗ്രികൾച്ചറൽ കൃഷിഭവൻ്റെ നിയന്ത്രണത്തിൽ വരത്തക്ക വിധത്തിലും പഞ്ചായത്ത് രക്ഷാധികാരിയായി ടൂറിസം പദ്ധതിക്ക് പ്രോജക്റ്റ് തയ്യാറാക്കിയത്. ആ പ്രോജക്റ്റുകൾ മുഴുവൻ UNDP 25 സ്ത്രീകളുണ്ടായിരുന്നു. 25 സ്ത്രീകളും ഇതിൽ പങ്കാളികളായി വിവിധങ്ങളായ പ്രോഗ്രാമുകളൊക്കെ നടത്തി. ഗൈഡ്സിന് ട്രെയിനിങ് കൊടുത്തു. തേനീച്ച വളർത്തൽ, പിന്നെ കൃഷി സംബന്ധം ഏലം, കുരുമുളക്, അതുപോലെ തന്നെ അങ്ങനെ കാർഷിക രംഗത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആദ്യമേ ജനങ്ങൾക്ക് ഒരവബോധം കൊടുത്തു. അതിനുശേഷം ടൂറിസ്റ്റുകൾ വന്നാൽ എങ്ങനെ അവരെ ആദരിക്കാം, പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ചെയ്തിരുന്നത്. നിലവിൽ പഞ്ചായത്ത് പരിധിയിൽ 6 അംഗീകൃത വിദ്യാലയങ്ങളും നിരവധി ക്ലിനിക്കുകളും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും മറ്റു പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു. കാഴ്ച സാംസ്കാരിക വേദി എന്ന പ്രസ്ഥാനം അണക്കരയിൽ രൂപപ്പെട്ടിട്ട് 7 വർഷങ്ങളായി. വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യുവതലമുറയ്ക്കും വായന ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി അണക്കരയിൽ ഒരു നല്ല വായനശാല ഇല്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടത്. സാംസ്കാരിക വേദി, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ, ഫിലിം സൊസൈറ്റി, ഈ 3 പ്രവർത്തിക്കുന്നത്. വളരെ വിജയകരമായ 2 ഫിലിം ഫെസ്റ്റിവലുകൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടപെടലിൽ പ്രോഗ്രാമുകൾ നടത്തി നമ്മുടെ കാഴ്ചയുടെ പരിപാടികൾ സജീവമാക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം വായന, അതിൻ്റെ പ്രാധാന്യത്തെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നു. പാട്ട് പാടാൻ കഴിയുന്ന ആൾക്കാർ, പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നവർ, പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ, അവരെ കൂട്ടിച്ചേർത്ത് ഒരു സായാഹ്നം അവർക്ക് വേണ്ടി, അത് പല ആളുകളുണ്ട്, വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ആളുകളെ കൂടി നമ്മൾ പുറത്തേക്ക് ഇറക്കി അങ്ങനെ ഒരു നല്ല സദസ്സ് സംഘടിപ്പിച്ച് അതിലൂടെ മാനസിക ഉല്ലാസമാണ് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ. അങ്ങനെ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ എന്തൊക്കെ ജനങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 4000-ഓളം പുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ട്. F ഗ്രേഡിലാണ് നമ്മുടെ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും പ്രവർത്തനം ഉണ്ട്. ലൈബ്രറിയൻ സ്വന്തമായിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന വാണിജ്യ വ്യാപാര കേന്ദ്രമായും സൗഹൃദ കൂട്ടായ്മയായും ചക്കുവള്ളം വളരുകയാണ്. ഈ സംഘടനയിൽ അണക്കര മേഖലയിലെ സുമനസ്സുകൾ ധാരാളം പേരുടെ സഹായം കൊണ്ടാണ് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ 35ഓളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തു. കുറേ നിർധന യുവതികളുടെ വിവാഹം നടത്താനായിട്ട് സാധിച്ചു. കുറേ കുട്ടികൾ പഠിപ്പിക്കാനായിട്ടൊക്കെ സാധിച്ചു. സുമനസ്സുകളുടെ സഹായത്തോടെയുള്ള ചികിത്സാ സഹായമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ മേഖലയിൽ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന അനേകം പേരുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സഹായം യഥാസമയത്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ കുറേ വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ശേഖരിച്ച് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറേ നിർധന കുടുംബങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ, അതുകൂടാതെ തന്നെ ഫാമിലി കൗൺസിലിങ്ങിനുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൗൺസിലിങ്ങുള്ള സൗകര്യം, വൃദ്ധ മാതാപിതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിനോദയാത്ര, അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ടുള്ള വിനോദയാത്ര, അങ്ങനെയുള്ള നന്മകളാണ് നമ്മുടെ അമ്മയ്ക്കൊരു ഉമ്മ സ്നേഹക്കൂട്ടായ്മ ചെയ്തു വരുന്നത്.